എൻ്റെ വീട്ടിലാണുള്ളത്. ഏട്ടൻ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേയിട്ട് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുമ്പോഴും ഏട്ടൻ അവിടെ നിന്നിട്ട് പറയുന്ന ഡയലോഗാണ്, അമ്പലത്തിലേക്കല്ലേ സഖി എന്താ ഇത്ര ഒരുങ്ങാനെന്ന്. അപ്പം എൻ്റെ ഒരുക്കം കണ്ടിട്ട് ഒരു പൂച്ചക്കുട്ടി അവിടെ കിടന്നിട്ട് അതും ഒരുങ്ങുന്ന തന്ത്രപ്പാടിലാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വേഗം മാറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടത്തിയമ്മയും മോനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ രണ്ടാൾക്കാർ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ വന്നാൽ ആദ്യം പോകുന്നത് ഈ അമ്പലക്കുളത്തിൻ്റെ അവിടേക്കാണ്. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യും കാലമൊക്കെ ഒന്ന് കഴുകും, ഇല്ലാന്നുണ്ടെങ്കിൽ കഴുകാറില്ല. വേനലായതുകൊണ്ട് വറ്റിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ വഴിപാട് ഷീട്ടാക്കിയത് കഴിഞ്ഞ് തൊഴിലും പരിപാടികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പായസത്തിന് പോയി നോക്കിയപ്പോൾ പായസം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടുത്തെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, ഇച്ചിരി പായസം ഒന്ന് കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പായസം എടുത്ത് തരുന്ന ചേച്ചി ഒരു ഇലയിൽ ഒരു ഇച്ചിരി പായസം തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കുകയാണ്. ഇതിങ്ങനെ രാവിലെ കുളിച്ച് അമ്പലത്തിൽ വന്ന് തൊഴിലൊക്കെ കഴിഞ്ഞ് വെറും വയറ്റിൽ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ സുഖം ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ. നമ്മൾ വഴിപാട് ഷീട്ടാക്കിയിട്ട് വാങ്ങുമ്പോൾ പാത്രത്തിലാണ് കിട്ടുക. അപ്പോഴും നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് തന്നെയുണ്ട് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ നാട്ടും പുറവും അമ്പലവും വിശേഷങ്ങളൊക്കെ. ഇഷ്ടമായോ?